നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന തിളക്കമാർന്ന വിജയം നേടി UDF. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചത്. 63 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിനോടടുത്ത സീറ്റുകൾ ഒരുപക്ഷെ മുമ്പ് ലഭിച്ചിരിക്കാം. പക്ഷേ എന്തായാലും വലിയ തിളക്കമാർന്ന വിജയമാണ് കോൺഗ്രസിനും UDF-നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സർക്കാരിനെതിരെ, അതായത് LDF സർക്കാരിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് മടുത്തുപോയ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെതിരെ വിധിയെഴുതി. ആ വിധിയെഴുത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉരുക്കുകോട്ടയായ ചുവന്ന മണ്ഡലത്തിൽ പിന്നോക്കം പോയി. മാത്രമല്ല 9ഓളം വരുന്ന മന്ത്രിമാരാണ് തോറ്റ് തുന്നം പാടിയത്. ഇങ്ങനെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3 സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യവുമുണ്ടായി. എന്നിരുന്നാലും LDF-നെതിരെ തിളക്കമാർന്ന വിജയം നേടിയ UDF-ൽ വലിയ ആവേശമുണ്ടായിരുന്നു. ആ ആവേശത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പ്രഭ മങ്ങുന്ന രീതിയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടി രൂക്ഷമാകുന്നത്. മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളതിനെ ചൊല്ലി 3 നേതാക്കന്മാർ വലിയ തമ്മിലടിയാണ്. VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി നടത്തുന്നു. തെരുവ് യുദ്ധത്തിലേക്ക് വരെ ആ പിടിവലി നീണ്ടു. VD അനുകൂലികൾ KC വേണുഗോപാലിനെതിരെയും KC അനുകൂലികൾ VD സതീശനെതിരെയും ഫ്ലെക്സ് ബോർഡുകൾ ചെളിവാരി എറിഞ്ഞുകൊണ്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടു. രമേശ് ചെന്നിത്തലയുടെ പക്ഷം ഇത്തരം വലിയ രീതിയിലേക്കെങ്ങും പോയില്ല എങ്കിലും, തെരുവ് യുദ്ധത്തിലേക്കെങ്ങും പോയില്ല എങ്കിലും ഹൈക്കമാൻഡിൽ അതിശക്തമായ സമ്മർദ്ദം രമേശ് ചെന്നിത്തലയും നടത്തുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തുന്ന കോലാഹലങ്ങൾ, ആ കോലാഹലങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തൃപ്തിയില്ല എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഹൈക്കമാൻഡിന് മുന്നിൽ 3 നേതാക്കന്മാരെയും വിളിച്ചിരുത്തി നടത്തിയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ചെന്നും ഇങ്ങനെയല്ല ഒരു സംസ്ഥാനത്തെ നേതാക്കൾ പെരുമാറേണ്ടതെന്നും ഇഷ്ടമുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുമെന്നുമൊക്കെ മുന്നറിയിപ്പ് നൽകിയതായി വിവരമുണ്ട്. എന്തായാലും ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഹൈക്കമാൻഡിൻ്റെ തീരുമാനം മാത്രമേ വരേണ്ടതുള്ളൂ. ഹൈക്കമാൻഡ് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട എല്ലാ ഘടകകക്ഷികളുമായും കൂടിയാലോചിക്കുമെന്നാണ് സൂചന. ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ച ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്നും അത് എല്ലാവരും അനുസരിക്കുമെന്നുമാണ് K. മുരളീധരൻ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തും. ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്താനായി ഹൈക്കമാൻഡിന് ചില്ലറ പണിയല്ല എടുക്കേണ്ടി വന്നത്. ഈ പറയുന്ന 3 നേതാക്കന്മാരുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തേണ്ടി വന്നു. അതിനോടൊപ്പം KPCC പ്രസിഡന്റിനെ കേൾക്കേണ്ടി വന്നു. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാരുമായെല്ലാം ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തി. MLA-മാരെ ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോരുത്തരെയും നേരിൽ കണ്ട് ആർക്കാണ് തങ്ങളുടെ പിന്തുണ എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടത്തി. അതിനുശേഷമാണ് ഹൈക്കമാൻഡ് ഇപ്പോഴും തീരുമാനം പ്രഖ്യാപിക്കാനാകാതെ കുഴങ്ങുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിൽ വലിയ പ്രയാസം ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട് എന്നാണ് സൂചന. എന്തായാലും ആ ചർച്ചകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി ഹൈക്കമാൻഡ് പെടാപ്പാടുപെടുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇതാ കടുത്ത പിടിവലി നടക്കാൻ പോകുന്നുവെന്ന സൂചന പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ സണ്ണി ജോസഫ് മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം മിന്നുന്ന വിജയമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നേടിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. മന്ത്രിയായി അദ്ദേഹം പോകുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനം ആർക്ക് എന്ന ചോദ്യം ഉയരുകയാണ്. അത് ബെന്നി ബെഹന്നാനാണ് എന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ ബെന്നി ബെഹന്നാൻ അങ്ങനെ ഏകപക്ഷീയമായി KPCC അധ്യക്ഷനാവണ്ട എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ ദീർഘകാലം പാർലമെന്ററി രംഗത്ത് പരിചയവുമൊക്കെയുള്ള കൊടിക്കുന്നിൽ സുരേഷ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് ദില്ലിയിൽ പോയി മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറോളമാണ് ഈ കൂടിക്കാഴ്ച നീണ്ടത്. കേരളത്തിൽ
കേരളത്തിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് താനാണ്. മാത്രമല്ല തനിക്ക് പാർലമെന്ററി രംഗത്ത് വലിയ സീനിയോറിറ്റി ഉണ്ട്. ഇതിനോടൊപ്പം കേന്ദ്രത്തിൽ ഇപ്പോൾ ഒന്നും തന്നെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട, ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തനിക്ക് കേന്ദ്രത്തിൽ ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. AICC ഏതാണ്ട് പ്രവർത്തനരഹിതമായിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ചില തെരഞ്ഞെടുപ്പുകളും മറ്റും വരുമ്പോൾ മാത്രമാണ് AICC നേതാക്കന്മാർക്ക് പണിയുള്ളത്. ഇല്ലെങ്കിൽ AICC നേതാക്കന്മാർക്ക് ഒരു പണിയുമില്ലാത്ത അവസ്ഥ ഉണ്ട്. മാത്രമല്ല ദില്ലിയിലെ രാഷ്ട്രീയ സാഹചര്യം ഈ അടുത്ത കാലത്തെങ്ങും മാറുമെന്ന് ആർക്കും വിശ്വാസമില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരെല്ലാം കേരളത്തിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റിയാലോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. തങ്ങൾക്ക് MP സ്ഥാനം വേണ്ട, ഈ MLA ഇലക്ഷനിൽ മത്സരിക്കണം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം MP-മാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് ആരും മത്സരിക്കേണ്ടതില്ല, MP-മാർ ആരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങളെല്ലാം നടപ്പിലായി വരുമ്പോൾ കേന്ദ്രത്തിൽ ഇനി റോളൊന്നും ബാക്കിയില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുമ്പോൾ KPCC അധ്യക്ഷൻ എന്ന പദവി ബെന്നി ബെഹന്നാന് ഏകപക്ഷീയമായി നൽകാനാവില്ലെന്നും തൻ്റെ കാര്യം കൂടി പരിഗണിക്കണമെന്നുമാണ് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് മുന്നിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. KC വേണുഗോപാലുമായി അടുത്ത ബന്ധമുണ്ട്, രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. എപ്പോഴും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷിന് ഇത്തവണ KPCC അധ്യക്ഷ സ്ഥാനം കൊടുക്കണം എന്നാണ് ഒരു വിഭാഗം നേതാക്കന്മാർ കോൺഗ്രസിൽ പറയുന്നത്. ഈ ആവശ്യവുമായിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ദിവസം ഈ മല്ലികാർജുൻ ഖാർഗെയെ കാണുന്നത്. മല്ലികാർജുൻ ഖാർഗെയും ഹൈക്കമാൻഡും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള മാരത്തൺ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് KPCC അധ്യക്ഷ സ്ഥാനം തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ചെന്നിരിക്കുന്നത്. എന്തായാലും ബെന്നി ബെഹന്നാനും കൊടിക്കുന്നിൽ സുരേഷും മത്സര രംഗത്തെത്തിയതോടുകൂടി KPCC അധ്യക്ഷനെ നിർണ്ണയിക്കാനും ഇനി ആഴ്ചകൾ വേണ്ടിവരും ഹൈക്കമാൻഡിന് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്.